ഇന്ന് എൻ്റെ വീട്ടിൻ്റെ വരാന്തയിൽ നിന്ന് നോക്കുമ്പം കാണുന്ന ഒരു ദൃശ്യം ഇതാണ്. ഞാൻ നോക്കുമ്പോൾ ഹൈ സ്പീഡിൽ മേഘങ്ങൾ മൂവ് ചെയ്ത് പോകുന്നു. ഒരു സ്ട്രീക്ക് ഓഫ് ലൈറ്റ് ആ മേൽവശത്തുണ്ട്. കാരണം നമ്മൾ കാണുന്നതിൻ്റെ അടുത്ത സൈഡിലാണ് ഈസ്റ്റ്. ഒരു പക്ഷേ സൺ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മഴ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയൊക്കെ മഴ പെയ്തതായിട്ട് ഇതിൽ വരാന്തയുടെ കാർപ്പറ്റിൽ കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ. പക്ഷേ കുറച്ച് നേരത്തേക്ക് മഴ പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി നേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് പുല്ലുംപുറത്ത് ഇങ്ങനെ പോയിട്ട് കിടക്കുക, ആകാശത്തോട്ട് നോക്കി. എന്നിട്ട് അതിനകത്ത് എനിക്കൊത്തിരി ഇമാജിനേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ഓടിപ്പോകുന്ന മേഘത്തിനകത്ത്, അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന മേഘമാണെങ്കിലും സമ്മറിൽ അങ്ങനെ ഇവിടെ നിന്ന് 2-3 ദിവസമായിട്ട് നല്ല വല്ലാത്തൊരു കാലാവസ്ഥയാണ്. അപ്പം മേഘങ്ങളിങ്ങനെ പോകുന്നു. ആ മേഘത്തിൽ ഞാൻ എപ്പോഴും കാണുന്നത് ഒരു അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ലയൺ ഇരിക്കുന്നു, പരിശുദ്ധ അമ്മയെ കാണുന്നു. അങ്ങനെ ഒക്കെയുള്ള ഇമാജിനറി ഫിഗേഴ്സ് ഞാനിതിനകത്ത് കാണാറുണ്ടായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയം തിരഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റാണ് നമ്മൾ കാണുന്നതെല്ലാം അല്ലെങ്കിൽ കേൾക്കുന്നതെല്ലാം. നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുന്നതായിട്ട് തോന്നും, കാണുന്നതായിട്ട് തോന്നും. പക്ഷേ ഇതൊന്നും ആവില്ല. അത് വെറും മേഘങ്ങളാണ്. എവിടെയോ പോയി മഴ പെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ നോക്കി നിൽക്കുമ്പം തന്നെ ഈ എൻ്റെ മുൻപിലുള്ള ഈ ഒരു മേഘങ്ങളെല്ലാം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആകൃതികളെല്ലാം മായുന്നു. നേരത്തെ ഒരു ബോട്ട് പോകുന്ന കണക്ക് പോയിരുന്നു. പക്ഷേ മേഘം വെറുതെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴുള്ളൊരു ഭംഗിയല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അത് ഓരോ സെക്കൻഡിലും അതിങ്ങനെ മൂവ് ചെയ്ത് പല പല രൂപങ്ങൾ ആയി മാറുന്നത് കാണാം. പല ഇമേജസ് നമ്മുടെ കൺമുൻപിൽ തെളിയുന്നത് കാണാം. എനിക്ക് അത് നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി ഇതൊന്നും ഇട്ടതേ ഉള്ളൂ. ദൈവകരുണയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിന്ന് എഴുന്നേറ്റു. അത് വലിയ കരുണ തന്നെയാണ്. എൻ്റെ കണ്ണ് ഞാൻ തുറന്നു, അത് വലിയ കരുണ തന്നെയാണ്. കാരണം പല ആൾക്കാരും എൻ്റെ എന്നത്തെയും പല്ലവി തന്നെയാണ്. പല ആൾക്കാരും ഇന്നലെ രാത്രി കിടക്കാൻ പോയി, അവരെല്ലാവരും ഒന്നും ഉണർന്നിട്ടില്ല. പലരും ഇന്നലെ കിടക്കാൻ പോയ രീതിയിലല്ല പിന്നെ ഉണർന്നിരിക്കുന്നത്. ചിലപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും ഉണർന്നത്, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മിറക്കിൾ തന്നെയാണ്. എവറി ഡേ ഈസ് എ മിറക്കിൾ, എവറി മൊമെൻറ്റ് ഈസ് എ മിറക്കിൾ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് അപകടങ്ങളുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം. നമ്മൾ കേരളത്തിൽ എല്ലാ ദിവസവും ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ നടന്ന അപകടം നടന്നില്ലായിരുന്നെങ്കിൽ അത് അവർക്ക് വലിയൊരു മിറക്കിളായേനെ. പക്ഷേ ചിലരൊക്കെ ആ സ്പ്ലിറ്റ് സെക്കൻഡിലെ അപകടം, ഇന്നലെ 2 കുട്ടികൾ, സ്കൂൾ കുട്ടികളും കണ്ട് മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു, 2 വീലറിൽ പോകുന്നുണ്ടായി, താഴെ വീണു. 2 പേര് ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ഒരു കുട്ടി ഹോസ്പിറ്റലിലാണ്. എൻ്റെ പ്രിയ മക്കളെ, എനിക്ക് നമ്മുടെ ഇത് കേൾക്കുന്നതിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന മക്കളോ ഭർത്താക്കന്മാരോ ഉള്ള ഭാര്യമാർ, പെങ്ങന്മാർ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ മുഖാന്തരം ഒരു ജീവിതം ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകരുതെന്ന്. ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. ഈ റോഡ് എല്ലാവർക്കും അവകാശമാണ് ഉള്ളതാണ്. നമ്മൾ കാറിലായിരിക്കുമ്പം ഒരാൾ കുറുകെ ചാടിയാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അവൻ കുറുകെ ചാടി, അവൻ വന്നത്, ഞാനങ്ങനെ ഒത്തിരി പേരുടെ കാറിലിരുന്ന് കേട്ടിട്ടുണ്ട്. അവനിപ്പോൾ ചാടേണ്ട കാര്യം, അവനപ്പുറത്ത് നിന്നാൽ മതിയായിരുന്നല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ റോഡ് നമ്മൾക്ക് ഈ വലിയ കാറ് വണ്ടി ഉപയോഗിക്കാനുള്ള അവകാശം പോലെ ആ ഒരു മനുഷ്യൻ്റെ ഒരു 1 എഴുതി കണക്കുള്ള ഒരു അത്രയും സ്ഥലത്തിനത് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. നമ്മളെല്ലാവരും തുല്യരായിട്ടുള്ളവരാണ്. നമ്മുടെ കാരണം കൊണ്ട് ഒരു അപകടമുണ്ടായാൽ ദൈവം അതിന് നിങ്ങളോട് ചോദിക്കും. ഞാനങ്ങനെ പല സംഭവങ്ങളും കൗൺസിലിങ്ങിന് ഇരിക്കുന്നത് കൊണ്ട് പല സംഭവങ്ങളും എനിക്കറിയാം.
അപകടം ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ട് കടന്നു കളയുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. നമ്മൾ സൂക്ഷിച്ചാൽ നഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി മരിച്ചത് ഒരാളാവുള്ളൂ, ചിലപ്പോൾ രണ്ടാളാവില്ല, ഒരാളായാലും ആ വ്യക്തിക്ക് ഒരമ്മയുണ്ട്, ഒരപ്പനുണ്ട്. ആ മരിച്ച വ്യക്തിയിൽ മാത്രമായിരിക്കും, അല്ലെ ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരിൽ മാത്രമായിരിക്കും പ്രത്യാശ വെച്ചുകൊണ്ട് അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്നതുള്ളത്. അപ്പം നിങ്ങൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞാൽ അത് എന്ത് വേദനാജനകമായിരിക്കും. ഒരു കുടുംബത്തിന് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇച്ചിരി പൈസ കൊടുത്തു, എല്ലാവരുടെയും വണ്ടി ഇപ്പോൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാശ് അങ്ങോട്ട് കൊടുത്തു, കഥയോടെ തീർന്നു. പ്രിയ മക്കളെ, മനസ്സാക്ഷിയുള്ളവരായിട്ട് നിങ്ങൾ മാറുക. ഈ ഭൂമി എല്ലാവരുടെയും അവകാശമാണ്. ഇതിൽ ആരൊക്കെ ദൈവം നിർമ്മിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളത്. നിനക്കും എനിക്കും ഒരേ അവകാശമാണ് ഈ ഭൂമിയിലുള്ളത്. നമ്മുടെ പറമ്പിനുള്ളതല്ല. പറമ്പ് പിന്നെ അങ്ങ് വീതിച്ച് ഓരോരുത്തരങ്ങ് എടുത്തേക്കാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാനൊരു സന്ദേശം തരാനൊന്നും ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. ചിലതൊക്കെ എൻ്റെ മനസ്സിനെയും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം എന്ന് നേരുന്നു. ദൈവകരുണ ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൗൺസിലിങ്ങിന് ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചോ. കാരണം ചില ആൾക്കാർ പറയുന്നുണ്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നത് ശരി തന്നെയാണ്. കാരണം എല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ 9 പേർക്ക് കൗൺസിലിംഗ് ചെയ്തു. എനിക്ക് ഒരു ദിവസം ഒരാളെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് നിങ്ങളെ വിളിക്കുക, ഞാൻ ഫോൺ ചെയ്യാം. പിന്നെ ചിലരെ തിരിച്ച് വിളിക്കുമ്പോൾ അവരെടുക്കുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ പറയുന്നത് ദൈവം തീരുമാനിച്ച സമയം, നിൻ്റെ വിടുതലിൻ്റെ സമയം ദൈവം തീരുമാനിച്ച ആ സമയത്ത് ഞാൻ എടുത്തിരിക്കും. കൗൺസിലിംഗ് നടന്നിരിക്കും. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.